Hi everyone, once again welcome back to another beautiful episode of Anu Somi Diaries. Anu Somi Diariesന്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അനു. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന വിശ്വാസത്തോടു കൂടി ഇന്ന് വീണ്ടും ഒരു കുക്കിംഗ് വ്ലോഗുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് ഞാൻ തമിഴ്നാട്ടിൻ്റെ തനതായ അവരുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള വെൺപൊങ്കലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത്. വെൺപൊങ്കൽ നമ്മളെ നാട്ടിലെ കേരളത്തിലൊക്കെ ഉണ്ടാക്കുന്ന ഉപ്പുമാവിനോട് സിമിലർ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന അധികം എരിവില്ലാത്ത ഒരു റെസിപ്പിയാണിത്. വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. പിന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം, സബ്സ്ക്രിപ്ഷൻ കൂടി വരുന്നുണ്ട്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അനു സോമി ഡയറീസ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരോടും പറഞ്ഞിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിക്കുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തവർ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ്, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് നിങ്ങൾ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്കിന്ന് വെൺപൊങ്കൽ തയ്യാറാക്കാം. ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് വേണ്ട ഇത് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കും എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ അടുക്കളയിൽ പോയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പോവാണ്. സോ ഡയറക്റ്റ്ലി ടു മൈ കിച്ചൺ. നമുക്കിത് വെൺപൊങ്കൽ തയ്യാറാക്കിയെടുക്കാം. ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഞാനിവിടെ 1/2 കപ്പ് പച്ചരി, ഒരു 4 സ്പൂണ് ചെറുപയർ പരിപ്പും അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഇവിടെ വെള്ളം പോകാൻ വെച്ചിട്ടുണ്ട്. ഒരു ഡ്രെയിനറിൽ നിങ്ങൾ ഇട്ട് വെച്ചാൽ മതി, അപ്പോൾ വെള്ളം പൊയ്ക്കോളും. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യം കുറച്ച് കുരുമുളക്, അത് മുഴുവനായിട്ട് മണികളായിട്ട് ഇടുകയാണ്. പിന്നെ ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, അതേപോലെ കുറച്ച് ജീരകം, കറിവേപ്പില, ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 തണ്ട് കറിവേപ്പില, അതേപോലെ ഒരു പച്ചമുളക്. പിന്നെ നമുക്ക് നെയ്യ് ആവശ്യമുണ്ട്, അതേപോലെ പഞ്ചസാര, ഇത് ഓപ്ഷണലാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളവും വേണം. നമുക്ക് വെൺപൊങ്കൽ തയ്യാറാക്കി എടുക്കാനുള്ള ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യാണ്. അമ്മ എൻ്റെ കസിൻ ബ്രദറിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടതാണ്. അത് വീട്ടിൽ തയ്യാറാക്കിയതുകൊണ്ടാണ് ഈ ഒരു കളറ്. അപ്പം നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന നെയ്ക്ക് നല്ലൊരു യെല്ലോ കളർ ഉണ്ടാവും. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ വെള്ളം പോക്കാൻ വേണ്ടിയിട്ട് ഡ്രെയിനറിൽ വെച്ചിട്ടില്ല പച്ചരിയും അതേപോലെ ചെറുപയർ പരിപ്പും ഈ ചൂടായി കിടക്കുന്ന നെയ്യിലേക്ക് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇത് ചൂടാക്കി കൊടുക്കുക. അപ്പോൾ ഈ കുറച്ച് കഴിയുമ്പം ഈ അരി നന്നായിട്ടൊന്ന് പൊട്ടുന്ന സൗണ്ട് കേൾക്കും. അതാണ് ഇതിൻ്റെ ഒരു നിങ്ങൾ ഇത് തീ ഓഫ് ചെയ്യാനുള്ള അതിൻ്റെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇതിൻ്റെ കളറ് ഡാർക്ക് ബ്രൗൺ ഒന്നും ആയി പോകരുത്, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ നിങ്ങളെപ്പോഴും തീ കുറച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. എന്നിട്ട് അരിമണികൾ പൊട്ടുന്നു തോന്നുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റവ് ഓഫാക്കിക്കോളൂ. നന്നായിട്ട് നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരുപോലെ ചൂടാവണം. അതുകൊണ്ട് നന്നായിട്ട് ഈ ഒരു റൈസും ചെറുപയർ, ഇത് വേറെ തന്നെ നിങ്ങൾ പച്ചരി വേറെ അല്ലെങ്കിൽ ചെറുപയർ പരിപ്പ് വേറെ അങ്ങനെയൊന്നും തയ്യാറാക്കേണ്ട ആവശ്യമില്ല. രണ്ടും ഒരുമിച്ച് തന്നെ നിങ്ങൾക്ക് ചൂടാക്കിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ചൂടായെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പാൻ അടുപ്പിൽ നിന്ന് മാറ്റണം. കാരണം ഇത് ഓവർ കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇനി നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു അരിയും ചെറുപയർ പരിപ്പും ഒരു കുക്കറിലിട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഞാനിത് മാറ്റുകയാണ്. അപ്പോൾ നിങ്ങളുടെ കുക്കറിൽ നിങ്ങളിത് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾ ഈ 1 ഗ്ലാസ് അരിക്ക് 3.25 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ഈ ചെറുപയർ പരിപ്പും ഈ ഒരു പച്ചരിയും കൂടെ ഏകദേശം 1 ഗ്ലാസ് കാണും, രണ്ടും കൂടെ. അപ്പം നമുക്കിതിലേക്ക് 3.25 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഏതിലാണോ മെഷർ ചെയ്തത് ആ സെയിം ഇത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് കപ്പോ ഗ്ലാസ്സോ ഏതായാലും. ഞാനിതിലേക്ക് 3.25 ഗ്ലാസ്
3.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ അരി മെഷർ ചെയ്ത സെയിം ഇതിൽ തന്നെയാണ് ഞാനിത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഈ റൈസും ഒക്കെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് 2 വിസിലിനാണ് ഞാനിത് വേവിച്ചെടുക്കാൻ പോകുന്നത്. 2 വിസിലിന് നിങ്ങളിത് വേവിച്ചെടുക്കുമ്പോഴേക്കും നല്ല കുഴഞ്ഞ പരുവത്തിൽ ഇത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഉപ്പിടാൻ മറന്നു പോരുത്. നമ്മൾ ഇതിൽ ഈ ഒരു അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. 2 വിസിൽ വരെ കാത്തിരിക്കുക. നമ്മൾ അരിയും ചെറുപയർ പരിപ്പും വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും അതേപോലെ ജീരകവും ഒക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 സ്പൂൺ കൂടെ നെയ്യ് ഒരു പാനിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യൊന്ന് ചൂടാവട്ടെ. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ ജീരകവും അതുപോലെ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ജീരകം ചേർത്ത് കൊടുത്താൽ മതി. ജീരകം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ തമിഴ് റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിയുമ്പം അവരുടെ ഓൾമോസ്റ്റ് എല്ലാ റെസിപ്പീസിലും നമ്മൾ കാണുന്നൊരു കാര്യമാണ് ജീരകം. അതേപോലെ കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, ഇതൊക്കെ അവർക്ക് ഒഴിച്ചുകൂടാനാവാത്ത കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളും വീട്ടിൽ ചെയ്യുമ്പം ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങളിത് ചേർത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ ഇത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. തീ എപ്പോഴും കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. കാരണം തീ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് നമുക്ക് ആവേണ്ടത്. നമ്മൾ കേസരി അതേപോലെ ഉപ്പുമാവൊക്കെ തമിഴ് റെസ്റ്റോറൻറ്റ്സിൽ കഴിക്കുമ്പം അതിൽ ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവർ കൂടുതൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ലേ. അതേപോലെ ഇതിലും അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ 2 സ്പൂൺ നെയ്യാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. ഇതിപ്പം ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലായിട്ട് മാറുന്നുണ്ട്. ഇനി ഈ ഒരു അവസരത്തിൽ നമുക്ക് ഇത്തിരി നട്ട്സ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അതിന് മുന്നേ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 തണ്ട് കറിവേപ്പില, ഇത് നന്നായിട്ട് ഈ നെയ്യിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നെയ്യിൽ കിടന്ന് നന്നായിട്ട് മൂക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ചുകൂടെ നമുക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ, ഇത്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. കാരണം നട്ട്സൊക്കെ ഈ ഒരു പൊങ്കൽ കഴിക്കുമ്പോൾ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതും ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവണം. അപ്പോൾ നമുക്ക് നമ്മുടെ അരി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ അല്പം വെള്ളമുണ്ട്. വെള്ളമുള്ളതിന് കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം നിങ്ങൾ. ഉടച്ചതിന് ശേഷം നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ആ കടലപ്പരിപ്പിലേക്കൊക്കെ നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് നിങ്ങളെ ശക്തിയൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളിത് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുത്തോളൂ. അപ്പോൾ 2 വിസിൽ മതി ഇത് നന്നായിട്ട് വെന്ത് കിട്ടാൻ. ഇതിപ്പോൾ ഓൾമോസ്റ്റ് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു അരിയും ചെറുപയർ പരിപ്പും കൂടെ നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു കടലപ്പരിപ്പ് നട്ട്സും ഒക്കെ ഉള്ളിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനി നിങ്ങൾ നന്നായിട്ട് ഇതിൽ ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ 2 സ്പൂണോ എന്തെങ്കിലും യൂസ് ചെയ്തോളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് ഈ നെയ്യിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോരണം. അതായത് നമ്മൾ ഹൽവയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പം അതിൽ നിന്ന് പാത്രത്തിൽ നിന്ന് വിട്ട് പോരുന്ന ആ ഒരു പരുവല്ലേ, അങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് കിട്ടേണ്ടത്.
അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഒട്ടിപ്പിടിക്കാൻ പാടില്ല. ആ നെയ്യോട് കൂടിയിട്ട് ഇത് ഇങ്ങനെ കിട്ടണം നിങ്ങൾക്ക്. ഇത് ഒരുപാട് പണിയുള്ള ജോലിയൊന്നുമല്ല, എളുപ്പത്തിൽ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാം. ഒരു 5 മിനിറ്റ് മതി. അരി ഒന്ന് കുതിർത്ത് ആ വെള്ളം പോക്കാനുള്ള ആ ഒരു നേരം അത്രയേ ഉള്ളൂ വേണ്ടത്. നന്നായിട്ട് എല്ലാ സൈഡും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നല്ല അലിഞ്ഞിട്ടുള്ള ഒരു പരുവമാണ് ഈ ഒരു പൊങ്കൽ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ആ ഒരു ടെക്സ്ചറാണിതിന്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെൺപൊങ്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.